നമസ്കാരം ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് പോങ്ങമ്മൂട് ശ്രീ സുരേഷ് ബാബു സാറിൻ്റെ വീട്ടിലാണ്. എൻ്റെ ക്ലാസ്മേറ്റാണ്, കോളേജ് മേറ്റ്. സുരേഷ് ബാബുവിൻ്റെ മകൻ്റെ മാരേജാണ്. ഇതാണ് സുരേഷ് ബാബുവിൻ്റെ മകൻ. ഇത് പുള്ളിയുടെ ഫ്രണ്ട് ഗുജറാത്തിൽ നിന്ന് വന്നതാണ്. പുള്ളി ഗുജറാത്തിലാണ് സുരേഷ് ബാബുവിൻ്റെ മകൻ ജോലി ചെയ്യുന്നത്. കുട്ടിയെടുത്ത് നിൽക്കുന്നതാണ് സുരേഷ് ബാബു സാറ്. അപ്പം അത് സുരേഷ് ബാബുവിൻ്റെ വൈഫാണ്, മറ്റേ ചേട്ടനാണ്. ഇത് സുരേഷ് ബാബുവിൻ്റെ അമ്മയാണ്. അപ്പം ഞാൻ രാവിലെ 7:30 വീട്ടിലെത്തി. ഈ വിവാഹം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഭൂതക്കുളം, പാരിപ്പള്ളി ഭൂതക്കുളത്ത് വെച്ചാണ്. അപ്പം അമ്മയും എല്ലാം വന്ന് അവരൊക്കെ റെഡിയാവുന്നതേ ഉള്ളൂ. അപ്പം എന്താ സുരേഷ് ബാബു ഫോട്ടോയ്ക്കൊക്കെ വേണ്ടി അങ്ങനെ പോസ്റ്റൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട്. കാറൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പം നമ്മൾ വേറൊരു സുഹൃത്ത് സതീഷ് എത്തിയിട്ടുണ്ട്. സുരേഷ് എന്തൊക്കെയോ പറഞ്ഞു. സൗഹൃദത്തിന് അതിർവരമ്പുകളില്ല, അല്ലേ സതീഷേ? ഇതാണ് സുരേഷ് ബാബുവിൻ്റെ രണ്ടാമത്തെ മകൻ. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും അച്ഛമ്മയുടെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ച് കല്യാണച്ചിറങ്ങി ഇറങ്ങേണ്ട സമയമായി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതൊക്കെ ഒന്ന് കാണാം. അവിടെ കുഴപ്പമില്ല, ഓരോന്ന് മാറി അവൻ തൊഴുതോളും. നീ ഉണ്ടാവില്ല, അനുഗ്രഹിച്ചാൽ മതി. ഇപ്പോൾ സമയം 8:30 അപ്പം ഞാനും സതീഷും കൂടെ നേരെ ബസ്സിൽ പോയി സീറ്റ് പിടിക്കണം. മറ്റുള്ളവരൊക്കെ കയറി ബസ്സിൽ ഇരുന്നേക്കാണ്. ഇതാ കയറുന്നുണ്ട്. അപ്പോൾ കല്യാണ ചെറുക്കൻ്റെ കാർ ഇതാ നമ്മളെ കടന്നു പോയി. അപ്പോൾ ഇനി നമ്മൾ ബസ്സും ഇതിൻ്റെ പുറകെ നിന്ന് വിടുന്നതാണ്. അപ്പോൾ ഇനി പാരിപ്പള്ളി ഭൂതക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിവാഹം. ഒരുപാട് ചടങ്ങുകളുള്ളൊരു വിവാഹമാണ്. കുറേ നാളുകളായി ഞാൻ ഇങ്ങനെ ഒരു കല്യാണം കണ്ടിട്ട്. ഇതിൻ്റെ എല്ലാ ചടങ്ങുകളും ഞാൻ പല എപ്പിസോഡായിട്ട്, ഒരു 5 എപ്പിസോഡായിട്ട് ഞാൻ എല്ലാമായിട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും കാണണം. സുരേഷ് ബാബു സാർ വണ്ടിയിൽ കൂടെ കയറിയിട്ടുണ്ട്. പുള്ളി വന്ന് എല്ലായിടത്തും കുശലാന്വേഷണമൊക്കെ നടത്തുകയാണ്. അപ്പം ഇനി നമുക്ക് ധർമ്മശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് കാണാം. ഏകദേശം 1 മണിക്കൂർ വേണം യാത്ര അവിടെ എത്താൻ വേണ്ടി. ഇനി അവിടെ എത്തി സ്വീകരണ ചടങ്ങുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.